ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. റവ വെച്ച് അപ്പമാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ വലിയ ജാറിലേക്ക് 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ലാസ്റ്റായിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതങ്ങനെ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തലേ ദിവസത്തിനൊക്കെ അപ്പത്തിന് കുഴച്ച് വെക്കാൻ മറന്നു പോകുന്ന ദിവസങ്ങളിലും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം എന്നുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണിത്. ഇനി ഈ ബാറ്റർ നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു ക്ലിംഗ് റാപ്പിട്ടാണ് ഇതേപോലെ ഒന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് അപ്പത്തിന് ഇതേപോലെ ബാറ്റർ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കി പണികളൊക്കെ തീർത്തിട്ട് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ക്ലിംഗ് റാപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ട് തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററാണ് ഇതെന്നുള്ളത്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, നേരെ നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. നമുക്ക് വേണമെങ്കിൽ അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാം. ഞാനിവിടെ ദോശപ്പാനിലാണ് ഇതേപോലെ മാവ് ഒഴിച്ച് ചുട്ടെടുക്കുന്നത്. ഓരോ തവി മാവ് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മൂടി വെച്ച് മൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളെല്ലാ അപ്പവും ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിറയെ ഹോൾസ് ഒക്കെ ഇട്ട് നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മളിതിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ തേങ്ങ ഒഴിവാക്കിയിട്ടും ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ വീട്ടിൽ അപ്പത്തിൻ്റെ പൊടിയൊക്കെ തീർന്നു പോകണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റവ വെച്ചും റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അപ്പം നമുക്ക് മുട്ടക്കറി കടലക്കറിയുടെ ഒപ്പം നല്ലൊരു അടിപൊളി കോംബോയാണ്. ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പാല് തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് അതിൽ മുക്കിയും നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 10-12 അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.